Watch full episodes on Jio Hotstar. കൊള്ളാം, നല്ല രസമുണ്ട്. എന്റെ ചായക്കട ചേട്ടാ, ഈ സമൂസയുടെ രഹസ്യം ഒന്ന് പറയൂ. കുറച്ച് സമൂസ കൂടി തരൂ. എന്റെ മോട്ടു തീറ്റയൊന്ന് നിർത്തേ. ദേ കണ്ടോ, ആ ഡോഗി പോലും നീ കഴിക്കുന്നത് നോക്കി നിക്കുക. എന്റെ ചായക്കട ചേട്ടാ, അതിനെ എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നേ? കണ്ടില്ലേ, പാപത്തിന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. വരൂ വരൂ, ഞാൻ നിനക്ക് സമൂസകൾ തരാട്ടോ. ഇന്നാ മോട്ടു വായോ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് പോവാം. ബൈ പ്രിയ ഡോഗി, ബൈ ബൈ. ഇതൊരു നല്ല മനുഷ്യന്റെ ഡോഗിയാന്നാ തോന്നുന്നു. ഇപ്പൊ കണ്ടില്ലേ, അത് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സമോസ വേണോന്നാ. വന്നോട്ടെ വന്നോട്ടെ, എനിക്ക് തോന്നുന്നത് അവരെന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാ. മൃഗങ്ങളൊക്കെ നല്ല മനുഷ്യരെ പെട്ടെന്ന് തിരിച്ചറിയും. നീ വാ മോനെ, വന്നോളൂ. പത്തുലു, നമ്മുടെ ഈ ഡോഗി വളരെ സ്മാർട്ടാന്നാ തോന്നുന്നു. അതിന്റെ നടത്തുന്ന ശ്രദ്ധിച്ചോ, ഒരു സിംഹക്കുട്ടി നടക്കുന്നത് പോലെയാ. ഞാൻ ഇവനെ ടൈഗർ എന്ന് വിളിക്കും. മോട്ടു, നിന്റെ ടൈഗറിന് ഇപ്പൊ എന്താ പറ്റിയേ? അതെന്തിനെങ്ങനെ കിടന്ന് ഓടുന്നേ? അറിയില്ലല്ലോ അവൻ എന്താ നോക്കുന്നതെന്ന്. ടൈഗർ ടൈഗർ, അല്ല ഇവന് ചെവി കേട്ടൂടെ? വരൂ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അല്ല, ഇതൊരു കുടമല്ലേ? മോട്ടു, ഇതിനകത്ത് സ്വർണത്തിന്റെ നാണയങ്ങളുണ്ട്. എന്ത്? സ്വർണത്തിന്റെ നാണയങ്ങളോ? എടാ കൊള്ളാം ടൈഗറെ, കൊള്ളാം. നീ പൊളിച്ചല്ലോടാ കുട്ടാ. നമ്മളങ്ങനെ പണക്കാരായി. പത്തുലു, നമ്മള് പണക്കാരായെന്ന്. നമ്മള് പണക്കാരൊന്നും ആയിട്ടില്ല മോട്ടു. ഈ നിധി ഫുർഫുറി നഗറിലെ മേയർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിന്റെ അവകാശം ഫുർഫുറി നഗറിനാണ്. നീ വളരെ ശരിയാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു സാധാരണ ഡോഗി അല്ല കേട്ടോ. ഇത് നിധികളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു മാന്ത്രിക ഡോഗി തന്നെയാണ്. മോട്ടു അതിന്റെ പിന്നാലെ വിട്ടോ. ചിലപ്പോ അത് വീണ്ടും ഒരു നിധി കണ്ടെടുക്കുമായിരിക്കും. നിങ്ങൾ അറിഞ്ഞോ, മോട്ടുവും പത്തുലിനും വലിയ എന്തോ നിധി കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടോ? അല്ല, നിങ്ങൾ അറിഞ്ഞോ, മോട്ടു പത്ലുവിന്റെ കൂടെ നിധി അന്വേഷിക്കുന്ന ഒരു ഡോഗ് ഉണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ അതിനെ? എന്ത്, നിധി കണ്ടുപിടിക്കുന്ന നായയോ? കൊള്ളാലോ. പിന്നെ ചേട്ടാ, ആ ഡോഗിയെ മണത്ത് കണ്ടുപിടിക്കും നിധി എവിടെയാ ഉള്ളതെന്ന്. നിധി മണത്ത് കണ്ടുപിടിക്കുന്ന ഡോഗ്, അതിനെ എനിക്ക് കിട്ടിയാൽ ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്നാ കഴിച്ചോ, എല്ലാം കഴിച്ചോ. കൊള്ളാം കൊള്ളാം, കടിച്ച് കടിച്ച് എന്റെ അടുത്തേക്ക് വാടാ കുട്ടാ. എന്റെ നിധി കണ്ടുപിടിക്കുന്ന ഡോഗേ, വാടാ, ഇങ്ങ അടുത്തേക്ക് വാടാ. അങ്ങനെ എനിക്ക് നിധി അന്വേഷിക്കുന്ന ഡോഗിനെ കിട്ടി. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. മടക്ക് മടക്ക്, പെട്ടെന്ന് നിധി കണ്ടുപിടിക്കേ. എന്റെ നിധി കണ്ടുപിടിക്കുന്ന ഡോഗേ. കിട്ടിപ്പോയി, നിധി എനിക്ക് കിട്ടിപ്പോയി. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ.
ബോസ് ബോസ് ഇത് നമ്മൾ തന്നെ മോഷ്ടിച്ചോണ്ട് വന്ന സാധനങ്ങളല്ലേ? ഈ ബ്രീഫ് കേസ് കണ്ടില്ലേ? ഇത് നമ്മുടേതാ. ഇതിൽ ബോസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓ, ശരിയാണല്ലോ. ഇത് നമ്മൾ കുഴിച്ചിട്ട നിധി തന്നെയാണ്. ഇത് നമ്മൾ പണ്ടെങ്ങാണ്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണെന്നാണ് തോന്നുന്നത്. യെസ് യെസ്, ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. ഇത് നമ്മുടെ തന്നെ മുതലാണല്ലോ കുഴിച്ചെടുത്തത്. ഇടേ, നീ എന്തുവാടെ ഈ കാണിക്കുന്നത്? എന്റെ തന്നെ നിധി പിന്നെ പിന്നെ എന്തിനാ കുടിച്ചെടുക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? ഹലോ ബിഗ് ഡോൺ. ഞാൻ കേൾക്കാനിടയുണ്ടായി ഫുർഫുറെ നഗറിൽ ഒരു ഡോഗി ഉണ്ടെന്ന്. അത് മണത്ത് നിധി കണ്ടുപിടിക്കുമത്രേ. ഉണ്ട് ബിഗ് ഡോൺ. ഇപ്പോൾ ആ നായ ഞങ്ങളുടെ പക്കലുണ്ട്. അത് നിധി തപ്പിക്കൊണ്ടിരിക്കുക. ഗുഡ്. എന്റെ ആൾ അവിടെ വരുന്നുണ്ട്. അതിനെ എടുത്തോണ്ട് വരാൻ കൊടുത്തു വിട്ടേക്കണം. ഓക്കെ ഓക്കെ ബിഗ് ഡോൺ. ബോസ് ബോസ്, ബിഗ് ഡോണിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ആ നിധി മണക്കുന്ന നായിനെ കൊണ്ടുപോകാൻ ആളെ വിട്ടിട്ടുണ്ടത്രേ. നീ അയാളോട് പറഞ്ഞോ ഈ ഡോഗ് എന്റെ അടുത്തുണ്ടെന്ന്? ഇപ്പൊ അയാൾ വരും. എന്നിട്ട് ഇതിനെ അങ്ങ് എടുത്തോണ്ട് പോക. എന്തിനാണ് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? അത് ജോണ്, എന്നെ ബിഗ് ഡോൺ ആണ് അയച്ചിരിക്കണത് കേട്ടോ. ആ ഡോഗിയെ നമുക്ക് തരൂ. ഇല്ല, ഞാൻ തരില്ല. ഈ ഡോഗിനെ ഞാൻ ഒരിക്കലും തരില്ല. അപ്പൊ താൻ ഈ ഡോഗിയെ തരില്ലെന്നോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും തരില്ല. ഇവൻ എന്റെ ജീവനാ, എന്റെ ജീവന്റെ ജീവൻ. ജോൺ, ഈ ഡോഗിന് ഞങ്ങൾക്ക് തരൂ. ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ ടൈഗർ. ടൈഗർ കം കം കം. അതെ മോട്ടു പത്ലു, ഇവിടുന്ന് ഉടനെ ഓടിപ്പോക്കോണം. തനിക്കറിഞ്ഞൂടെ ഞങ്ങൾ എത്ര ഡേഞ്ചറസ് ആൾക്കാരാണെന്ന്. നീ ആരാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ ഡോഗ് ഞങ്ങളുടേതാണ്. ചെവി കൂർപ്പിച്ച് കേട്ടോളൂ. ഈ ഡോഗ് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെയാണ്, ഞങ്ങളുടെയാണ്. ഇനി തല്ലുണ്ടാക്കണമെങ്കിൽ വാ, ഞങ്ങൾക്കാരെയും പേടിയില്ല. വാ വരാൻ. ബിഗ് ഡോൺ, പെട്ടെന്ന് നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് അയക്കുക. ഇവിടെ വലിയ പ്രശ്നമായി. ഓ, നീ എപ്പോഴത്തേക്കും പട്ടാളത്തിനെ വിളിച്ചോ? ഈ മോട്ടുവിന് ആരെയും പേടിയില്ല. വാ. പെട്ടെന്ന് കുഴിക്കടേ. എല്ലാ സ്ഥലവും മണക്ക്, എല്ലാ സ്ഥലവും കുഴിക്ക്. ഈ ജോണിനെ ഒരു ഡോണാക്ക്. കൊള്ളാം ബോസ് കൊള്ളാം. എന്റെ നല്ല കവിതയാ പറഞ്ഞത്. ഓ, കവിതയുടെ കാര്യമൊക്കെ ഒന്ന് വിട്. കവിതയുടെ കാര്യം വിട്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെയാണ്. ഇത് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ നോക്ക്. വേഗാവട്ടെ. ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കാൻ ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. മോട്ടു ഇതാ പിടിച്ചോ. സമൂസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. പത്ലു, നീ എന്നെ രക്ഷിക്കാൻ നോക്കാതെ സമൂസ തരാൻ നിൽക്കുവാണോ? എന്റെ മോട്ടു, സമൂസ കഴിക്കേ, പണി തുടങ്ങ്. ഒളിച്ചേ. എന്റെ പൊന്നു പോട്ടു, എന്നെ തല്ലരുത്, തല്ലരുത്. കൊണ്ടുപോയിക്കോളൂ, ഇതിനെ കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഈ നിധികളൊക്കെ ഇവിടെ ഇട്ടു പോണം. ഇതൊക്കെ എന്റെ മുതലാണ്. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഈ ഡോഗ് അതെല്ലാം മാന്തിയെടുത്തു. ഇല്ല, ഈ നിധി ഒരിക്കലും നിനക്ക് കിട്ടില്ല. ഇത് ഫുർഫുറി നഗരത്തിലുള്ള മേയർക്കുള്ളതാണ്. എങ്കിൽ മാത്രമേ ഫുർഫുറി നഗരം വികസിക്കുകയുള്ളൂ. ഫുർഫുറി നഗര നിവാസികളെ, ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി മോട്ടവും പത്ലുവും കാണിച്ചു തന്നിരിക്കുകയാണ് ഫുർഫുറി നഗരത്തിന് വേണ്ടി ജീവൻ പോലും തരുമെന്ന്. ഞാൻ ഇവർക്ക് ഈ ഉപഹാരം സമർപ്പിക്കുന്നു. ഈ നിധിയെല്ലാം എന്റേതാണ്. ഞാൻ മോഷ്ടിച്ച മുതലാ ഇതൊക്കെ. അത് ഞാൻ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മോഷ്ടിച്ച മുതല്. പക്ഷെ ഞാൻ മറന്നു പോയിരുന്നു ഇതൊക്കെ എവിടെയാ ഒളിപ്പിച്ചത്. എവിടെ ഒളിപ്പിച്ചു വെച്ചെന്നുള്ള പേപ്പറും അതിനിടയ്ക്ക് കാണാതെ പോയി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ കാണുന്ന നിധിയൊക്കെ എന്റേതും പാരിതോഷികം കിട്ടുന്നത് മോട്ടുവനും പത്ലുവനും. ജോൺ,
നിനക്ക് സമ്മാനം കിട്ടും, അതും തീർച്ചയായിട്ടും കിട്ടും, അല്ലേ സുഹൃത്തുക്കളെ? ആഹാ, ജോണിന് സമ്മാനം കൊടുത്തേ പറ്റൂ. എന്നിട്ട് അവനുള്ള സമ്മാനം ഞങ്ങൾ തന്നെ കൊടുക്കാം. ആ കള്ളനെ വേണ്ട, വേണ്ട. തല്ലരുത്, തല്ലരുത്. വേണ്ട, വേണ്ട. എന്റെ എല്ലാ നിധിയും എടുത്തിട്ട് എന്നെ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ നോക്കുക. ഈ ഡോഗ് ഞങ്ങളുടെയാണ്. അറിയാതെ ഓടിപ്പോയി ഇങ്ങോട്ട് വന്നതാണേ. ഏത് നിധിയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങളാണ് ഇതിന് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ നോക്കുന്നത്? നിങ്ങളുടെ ഫുർഫുറ നഗരത്തിൽ നിധി ഉണ്ടാവാൻ സാധ്യത ഇല്ല. അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടുപിടിച്ച് തന്നേനെ. അല്ല, എന്താ ഇതിനത്ര ചിരിക്കാറുള്ളത്? വലിയേട്ടാ, നിങ്ങൾ ഇതെന്താ ഉണ്ടാക്കുന്നത്? ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ബ്രോ. ടെലിപോർട്ടിംഗ് മെഷീൻ? അതെന്തിനാ? ചങ്ക, ഇതിന്റെ റേസ് ആരുടെങ്കിലും ദേഹത്തടിച്ചാൽ അവരെ എവിടെ വേണമെങ്കിലും അയക്കാൻ പറ്റും. അവരുടെ ദേഹത്ത് റേസ് അടുപ്പിച്ചിട്ട് മിഷനോട് ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, അവരെ ആ സ്ഥലത്തേക്ക് അയക്കുന്നത്. അപ്പൊ അവർ ഇവിടുന്ന് അപ്രത്യക്ഷമായി ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. കൊള്ളാം വലിയേട്ടാ, കൊള്ളാം. ഇതൊരു അടിപൊളി സംഭവം തന്നെയാണല്ലോ. എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നു. ഒരു തവണ ഗസീട്ട റാമിനെ ബേക്കറിയിലേക്ക് പറഞ്ഞു വിട്ടാലോ? പൊളിച്ചെടുത്തല്ലോ. എന്നെ വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. ഗസീട്ട ബേക്കറിയിലോട്ട് ചെന്ന് വലിയൊരു കേക്ക് മേടിച്ചോണ്ട് വാ. പൊളിച്ചെടുത്തല്ലോ, ഞാൻ പെട്ടുപോയല്ലോ. മോട്ടിന് അടുപ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഓടിക്കോ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഞാൻ വിടില്ല, ഞാൻ മോട്ടിനെ വെറുതെ വിടില്ല. ആ മോട്ടിന് അടുപ്പിലേക്കാണ് വലിച്ചെറിഞ്ഞത്. പൊളിച്ചെടുത്തല്ലോ. മോട്ടു, വെറും കയ്യിലാണല്ലോ കേക്ക്. എവിടെ? ഡോക്ടർ ചക്ക, ഈ മോട്ടിനെ ബേക്കറിയുടെ അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ മെഷീൻസ് ഒന്നും അവന് കളിക്കാൻ കൊടുക്കരുത്. അവൻ നമ്മളെല്ലാരും നരകത്തിലേക്ക് പറഞ്ഞു വിടും. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ മിഷൻ എനിക്കിതാ. ഈ മിഷൻ ഇന്ന് തൊട്ട് എന്റേതാണ്. നിങ്ങളിപ്പോ വല്ല നരകത്തിലേക്കും പോ. ഇവരെ എല്ലാവരെയും മുതലകളുള്ള ദ്വീപിലേക്ക് അയക്ക്. രക്ഷിക്കണേ, ഞാൻ മുതലിന്റെ വായിക്കാത്ത കുടുങ്ങി. ആരെങ്കിലും രക്ഷിക്കണേ. ഓടിക്കോ. മമ്മി, ഈ ജോണായിരിക്കും ഡോൺ. നിങ്ങൾ എല്ലാവരെയും ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ തിരിച്ചു വിളിപ്പിച്ചതാ. നിങ്ങളുടെയൊക്കെ മുഖത്ത് ഈ പേടി കാണാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ഇനി പൊക്കോ. ബൈ 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 ബൈ, എൻജോയ്. ഇവരെ എല്ലാവരെയും തിരിച്ചയച്ചേക്ക് ഐലൻഡിലേക്ക്.
ഓടിക്കോ 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 ഭൂതം വന്നേ. പൊളിച്ചെടുത്തല്ലോ. മുതല നമ്മളെ ഭൂതം എന്നാണല്ലോ വിളിക്കുന്നത്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ സംസാരിക്കുന്ന മുതലേ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ വന്നല്ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ജോൺ, എത്രയും പെട്ടെന്ന് ആ മെഷീൻ നീ എന്റെ കയ്യിൽ തിരിച്ച് തന്നേക്ക്. ഏത് മെഷീൻ? എവിടുത്തെ മെഷീൻ? ഇവിടെയൊന്നും സാർ ഉദ്ദേശിക്കുന്ന മെഷീനില്ല. ഏയ്, ചിങ്കത്തിനെ മണ്ടനാക്കാൻ ശ്രമിക്കരുതേ. മോട്ടു പത്ലുവിന്റെ ഫോൺ എനിക്ക് വന്നിരുന്നു. എനിക്ക് എല്ലാ വിവരവും അറിയാം. നീ എത്രയും പെട്ടെന്ന് ആ മെഷീൻ എനിക്ക് തിരിച്ച് തന്നേക്ക്. എന്നാ പിന്നെ ഇത് പിടിച്ചോ. ചിങ്കം സാറിനെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും. എന്റെ അമ്മോ, അവൻ എന്നെ ലോക്കപ്പിനകത്ത് ഇട്ടു. അതും എന്നെ. ജോൺ, നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഒരിക്കലും വിടില്ല. ഏയ്! സാറ് ലോക്കായിട്ടുള്ള ലോക്കപ്പിൽ എങ്ങനെ അകത്ത് കയറിയത്? കൊള്ളാലോ സാറ്, നിങ്ങൾ ടോപ്പാണ്, ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. എടോ, താൻ എന്നെ കളിയാക്കുന്നത് നിർത്തടോ, എന്നിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്ക്. ചെല്ല്, ഫുർഫുറി നഗരത്തിലെ എല്ലാ ലോക്കറുകളും പോയി വൃത്തിയാക്കിയിട്ട് വാ. ചെല്ല്. എന്റെ അമ്മോ, എന്താ ഇവിടെ ഈ നടക്കുന്നത്? ഈ ചിങ്കം ഇവിടെ ഉള്ളപ്പോൾ ഇത്രയും മോഷണം എങ്ങനെ സംഭവിക്കും? സാറേ, ആ മോഷണമൊക്കെ നടത്തിയത് ആ ജോണാണ്. എന്റെ അമ്മോ, നിങ്ങളത് എവിടെയായിരുന്നു? എങ്ങനെ ഇങ്ങോട്ട് വന്നു? ഓ ചിങ്കം സാറേ, മുതലുകളെ ഞങ്ങള് ഭൂതമാണെന്ന് കരുതി ഓടിപ്പോയി. അങ്ങനെയാ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഓക്കെ ഓക്കെ ഓക്കെ, വരൂ, നമുക്ക് പോയി ആ ജോണിനെ അന്വേഷിക്കാം. അവൻ ഫുർഫുറെ നഗരം മുഴുവനും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബാങ്കിലും അവൻ മോഷ്ടിച്ചിരിക്കുന്നു. വരൂ എന്നോടൊപ്പം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ജോൺ, നിന്നെ 4 ഭാഗത്തും വളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ആ മെഷീൻ മര്യാദയ്ക്ക് തിരിച്ചു തന്നേക്ക്. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ ജോണിനെ പിടിക്കാൻ ആരുണ്ട്? ഇവരെ എല്ലാവരെയും വല്ല കാർമകത്തിലേക്ക് വയ്ക്ക്. അവന്മാരൊക്കെ അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. ഈ പോലീസ് ഇൻസ്പെക്ടറിനെ ഇയാളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്ക്. പോയി വയറ് നിറച്ച് ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചിട്ട് വരട്ടെ. അല്ല മോനെ ചിങ്കം, നീ എങ്ങനെ ഇവിടെ എത്തി? എന്റെ പുന്നാര മോനെ, നീ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഇഡ്ലി കഴിക്കാൻ വന്നതാണോ? എന്റെ അമ്മോ, മമ്മി, എനിക്ക് തിരിച്ചു പോകണം. ഇവിടെ ഇരുന്ന് ഇഡ്ഡലി കഴിക്കാൻ നേരമില്ല. അയ്യോ മോനെ ചക്കരെ, ഇത് കഴിച്ചോളൂ. കഴിച്ചു കഴിയുന്നത് വരെ നീ എവിടേക്കും പോണ്ട. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പോയാ മതി. എന്റെ നല്ല മോനല്ലേ, കഴിക്കേ. എന്റെ വലിയേട്ടാ, നിങ്ങൾ ഇതൊന്ന് പറ. ആ ചെകുത്താൻ ജോണിനെ എങ്ങനെയാ ഒന്ന് പിടിക്കുക? പത്ലു, നീ ഒന്ന് ആലോചിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ഞങ്ങളാണ് കറുത്ത മുഖംമൂടിയുള്ള കള്ളന്മാര്. ഇന്നേ വരെ ഞങ്ങളുടെ മുഖം ആരും കണ്ടിട്ടില്ല. ഞങ്ങള് ബാങ്ക് കൊള്ളടിക്കാൻ എക്സ്പേർട്ട് ആണ്.
കമൽപൂർ ബാങ്കിന്റെ ലോക്കർ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളത് കൊള്ളയടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായേനെ. അതേതാ അങ്ങനെ ഒരു ലോക്കറ്? അതെ ജോണേട്ടാ, അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും നാളിനിടയ്ക്ക് ഇത്രയും സാധനങ്ങൾ മോഷ്ടിച്ചു കാണില്ല. ജോൺ ചേട്ടാ, ഇത് കൊള്ളയടിച്ചാ നിങ്ങളുടെ പേരൊക്കെ ഗിന്നസ് ബുക്കിൽ വന്നേക്കും. ഇന്നേ വരെ ആരും ആ ബാങ്ക് കൊള്ളയടിക്കാനുള്ള ധൈര്യം പോലും കാണിച്ചിട്ടില്ല. എല്ലാ കള്ളന്മാരും നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കും. അതെ ജോണേട്ടാ, ജനങ്ങൾ ഇവരെ കള്ളനെന്നല്ല കലാകാരനെന്നേ പറയൂ. ഇതുപോലെയുള്ളൊരു ലോക്കർ കൊള്ളയടിച്ച് കാണിച്ചാൽ. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ മണ്ടന്മാരെതിരെ വരുന്നേ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അങ്ങനെ ഞാൻ ഫേമസ് ആകും. എന്നെ അയക്ക് കമൽപൂർ ബാങ്കിലേക്ക്. ഇവിടെ പൈസയൊന്നുമില്ല, ഇവിടെ മൊത്തം കറണ്ട് ആണല്ലോ. അപ്പൊ രക്ഷിക്കണേ. ഈ ജോൺ ദ ഡോണിനോട് കളിക്കാറായോടാ? കറണ്ട് കയറ്റി കൊല്ലാതെ വിചാരിച്ചു അല്ലേ? നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. വേണ്ട വേണ്ട ചിങ്കം സാറേ, ദയവ് ചെയ്ത് വെടിവെക്കരുത്, വെടിവെക്കരുത്. വേണ്ട വേണ്ട. ജോൺ, നിന്നെടുത്ത് അനങ്ങി പോവരുത്. അനങ്ങിയാൽ മുതലകളുള്ളിടത്തേക്ക് നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഇനി നിങ്ങൾക്ക് പോകാം ജയിലിലേക്ക്. ഇത് ചീറ്റിംഗ് ആണ്. ഇത് ശരിക്കും ചതിയാണ്. എന്റെ പോലെ നിഷ്കളങ്കനായ ഒരു ബാഞ്ഞനെ മോട്ടുവും പത്തിലവും ചതിച്ചിരിക്കുകയാണ്. മുതലകളുള്ളിടത്തേക്ക് നിന്നെ അയക്കണോ? വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.